കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 2.0. ലേൺവൈസ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 2.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മെഷീൻ ലേണിംഗ് അൽഗോരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവ് ആയ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ലേൺവൈസിൽ ജോയിൻ ചെയ്ത ലേണേഴ്സിന് മാത്രമേ ഇത് ആക്സസ് ചെയ്യാൻ കഴിയുകയുള്ളൂ. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ സന്ദർശിക്കുക. നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ അവിടെ കൊടുത്തിട്ടുണ്ട്. 7592939616. ഞാൻ ഒന്നുകൂടി പറയാം, നോട്ട് ചെയ്ത് വെക്കുക. 7592939616. So all the best for your upcoming IGNOU exams. Thank you. So hello everyone. So ഇന്ന് നമ്മൾ BEGC 106 എന്ന് പറഞ്ഞ പേപ്പറിലെ മുൻകാല ചോദ്യപേപ്പറുകളുടെ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ഫസ്റ്റ് തന്നെ BEGC 106 പോപ്പുലർ ലിറ്ററേച്ചറിന്റെ സിലബസിനെ കുറിച്ച് നോക്കാം. So the syllabus is organized into 4 blocks, each containing multiple units that explores various aspects of popular literature. Key themes include definition and scope of popular literature, its genres, its relationship with culture and ideology, and its depiction in different media forms. സോ ഇതൊക്കെയാണ് അതിന്റെ ഡിഫറെന്റ് മീഡിയ ഫോംസിൽ അതെങ്ങനെയൊക്കെയാണ് പോപ്പുലർ ലിറ്ററേച്ചർ ഡെപിക്റ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ അതിന്റെ കൾച്ചറും ഐഡിയോളജിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അതിന്റെ ഡിഫറെന്റ് ജോണേഴ്സ്, പിന്നെ സ്കോപ്പും ഡെഫിനേഷനും ഒക്കെയാണ് ഈ ഒരു പേപ്പറിൽ പോപ്പുലർ ലിറ്ററേച്ചറിനെ കുറിച്ചിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി ഈ ഒരു പേപ്പറിലെ ക്വസ്റ്റ്യൻ പേപ്പർ സ്ട്രക്ചർ ആണ്. സോ ദ എക്സാം പേപ്പർ ഈസ് ഡിവൈഡഡ് ഇൻ ടു 3 സെക്ഷൻസ് ആണ്. ഫസ്റ്റ് സെക്ഷനിൽ ഷോർട്ട് നോട്ട് ഓൺ വേരിയസ് ടേംസ് ആൻഡ് കോൺസെപ്റ്റ്സിനെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത്. ദെൻ സെക്ഷൻ ബി ഒരു ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻ ആണ്, ഒരു സ്പെസിഫിക് ടോപ്പിക്സിന്റെ ബേസ് ചെയ്തിട്ട്. ദെൻ ലോങ് എസ്സേ ക്വസ്റ്റ്യൻസ് ആണ് റിക്വയറിംഗ് ഇൻ ഡെപ്ത് അനാലിസിസ്, ഭയങ്കര ലോങ് ആയിട്ട് കുറച്ചും കൂടി ഡെപ്ത് കൊടുത്തിട്ടുള്ള അനാലിസിസ് ആണ് ആ ഒരു പാർട്ടിൽ വരേണ്ടത്. ഇനി നമ്മൾ ഓരോ സെക്ഷന്റെയും ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാണ്. സോ സെക്ഷൻ എന്റെ ഒരു അനാലിസിസ് എന്താന്ന് വെച്ചാൽ, സെക്ഷൻ എയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ കൺസെപ്റ്റ് ഡെഫിനിഷൻ ആണ്. സോ ഈ ഒരു കോൺസെപ്റ്റ് ഡെഫിനിഷൻസിൽ ഫസ്റ്റ് തന്നെ ക്വസ്റ്റ്യൻസ് ഡെഫിനിഷൻസിന്റെ, അതുപോലെ തന്നെ ഡെഫിനിഷൻസും എക്സ്പ്ലനേഷൻസും എസ്പെഷ്യലി ഓഫ് ലിറ്റററി ആൻഡ് കൾച്ചറൽ ടേംസ്. സോ അതിൻ്റെയൊക്കെ ഒരു ഡെഫിനേഷനും എക്സ്പ്ലനേഷനും ആണ്. എക്സാമ്പിൾ കൾച്ചർ, വേഴ്സ്, നോവൽ, പോസ്റ്റ് മോഡേണിസം, പോപ്പുലർ ക്ലാസിക്, കിച്ച്, ക്രൈം ഫിക്ഷൻ. സോ ഇങ്ങനെ ഓരോ ടോപ്പിക്സ് ഇട്ട് തന്നിട്ട് പിന്നെ അതിനെ കുറിച്ചിട്ടുള്ള എക്സ്പ്ലനേഷനും ഡെഫിനിഷൻസും ആണ് സെക്ഷൻ എയിൽ വരിക. പിന്നെ അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ലൈക്ക് ജൂൺ 2023 ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് മാസ് കൾച്ചർ, ലിറ്റററി കാനൺ, കിഡ്സ്, ജോണർ ഫിക്ഷൻ, ഫാന്റസി നോവൽ, ലിറ്റററി ടേസ്റ്റ്. ദെൻ ഡിസംബർ 2023 വന്നത് ഐഡിയോളജി, പോപ്പുലർ കൾച്ചർ, ഹൈ ബ്രോ ആൻഡ് ലോ ബ്രോ, സയൻസ് ഫിക്ഷൻ, ഉട്ടോപ്പിയ ആൻഡ് സൈബർ പങ്ക്. ഇനി കവറേജ് ഓഫ് സിലബസ് ടോപ്പിക് ആണ്. എന്തൊക്കെ സിലബസ് ആണ് ഇതിൽ വരുന്നത്, ടോപ്പിക്സ് ആണ് ഇതിൽ വരുന്നത്. The short notes cover a broad range of topics from different units and blocks, ensuring the students have a comprehensive understanding of key concepts and terms. ഈ ഒരു യൂണിറ്റിൽ വരുന്ന കീ കോൺസെപ്റ്റ്സും ടേംസും ഒക്കെ ഈ കുട്ടികൾ സ്റ്റുഡൻസ് അതിനെ കുറിച്ചിട്ട് നല്ലൊരു കോംപ്രിഹെൻസീവ് അണ്ടർസ്റ്റാൻഡിങ് വെച്ചിട്ട് ലൈക്ക് ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ് ഈ ഒരു ഇതിൽ ഉദ്ദേശിക്കുന്നത്, ഈ ഒരു ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ഇതിൽ ഷോർട്ട് നോട്ട്സ് ആണ് ഓൾറെഡി ഉണ്ടാവുക. ദെൻ മൂവിങ് ഓൺ സെക്ഷൻ ബിയിൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്നത് കമ്പാരിറ്റീവ് ആൻഡ് തിയററ്റിക്കൽ അനാലിസിസ് ആണ്. സോ ക്വസ്റ്റ്യൻസ് റിക്വയർ കമ്പയറിംഗ് എ കോൺസെപ്റ്റ് ഓർ ഡിസ്കസിംഗ് തിയററ്റിക്കൽ പെർസ്പെക്റ്റീവ്സ്. സോ കുറച്ചും കൂടി തിയറി ഓറിയന്റഡ് ആണ്. അതുപോലെ തന്നെ കോൺസെപ്റ്റ്സ് കമ്പയർ ചെയ്തെങ്ങാണ്ട് എഴുതേണ്ട ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. എക്സാമ്പിൾ വരുന്നത് ജൂൺ 2022 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, ഡിഫറൻസ് ബിറ്റ്വീൻ ക്ലാസിക് ആൻഡ് ക്ലാസിക്കൽ. സോ ഇതൊരു കമ്പയറിംഗ് കോൺസെപ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. Then cinema and literature, chick lit and gender politics, language in the through looking glass, themes in young adult fiction. So ഇതാണ് ഡിസംബർ 2022 ചോദിച്ച ക്വസ്റ്റ്യൻ.
Then popular culture and ideology, difference between classic and popular, gender perspective in popular literature, through the looking glass as fantasy fiction. So June 2023 ചോദിച്ച question ആണിത്. Then forms of popular literature, characteristic features of young adult literature, features of buildings roman and funny boy, then sensation fiction. So ഈ questions ആണ് December 2023 ചോദിച്ചത്. ഇനി coverage of syllabus topic. Section B questions are designed to test students' ability to engage with critical and theoretical aspects of syllabus such as ideology, genre, characteristics, then literary techniques. സോ ഈ ഒരു കുട്ടികളുടെ എബിലിറ്റി ആണ് ക്രിട്ടിക്കൽ ആൻഡ് തിയററ്റിക്കൽ ആസ്പെക്ട്സ്, സിലബസിൽ വരുന്ന ക്രിട്ടിക്കൽ ആൻഡ് തിയററ്റിക്കൽ ആസ്പെക്ട്സിനെ കുറിച്ചിട്ടുള്ള ഒരു എബിലിറ്റി, മീൻസ് അത് മനസ്സിലാക്കാനും അതൊക്കെ എന്താ പറയാ അതിന്റെ ഡിഫറൻസോ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു എബിലിറ്റി ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാണ് സെക്ഷൻ ബിയിലൂടെ. നൗ സെക്ഷൻ സി വിച്ച് ഇസ് ദ ഫൈനൽ സെക്ഷൻ. സോ അവിടെ ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്നത് ഇൻഡെപ്ത് അനാലിസിസ് ആണ്. ദാറ്റ് മീൻസ് ദ ക്വസ്റ്റ്യൻസ് റിക്വയർ comprehensive analysis and critical thinking, often focusing on specific text or broad thematic discussion. So ഇവിടെ ഒരു ബ്രോഡ് അനാലിസിസ് അല്ലെങ്കിൽ ബ്രോഡ് തീമാറ്റിക് ഡിസ്കഷൻസ് വരണം. ഒന്നും കൂടി സ്പെസിഫിക് ടെക്സ്റ്റിനെ ഫോക്കസ് ചെയ്തിട്ടാണ്, നല്ല ലോങ് എസ്സേ മോഡിലാണ് വരുന്നത്. എല്ലാത്തിനെ കുറിച്ചിട്ട് ഒരു ക്രിട്ടിക്കൽ തിങ്കിങ്ങും അനാലിസിസും കൊണ്ടുവരണം. ഇനി എക്സാമ്പിൾ വന്നിട്ടുള്ളത് social gender constructs in Funny Boy, unconventional detective fiction in Murder of Roger Ackroyd, then intricacies of Gaunt art in Bhimayana. So idana. Then creative adaptation in The Blue Umbrella, gender perspectives in The Ones Who Walk Away from Omilas, sociological reading of popular literature. So idana June 2023 ചോദിച്ച question. In December 2023 അതായത് റീസെന്റ് എക്സാമിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് significant issues in popular literature, themes of masculinity and queerness in Funny Boy, ending of the murder of Roger Ackroyd, then use of language in Through the Looking Glass, Bhimayana as a graphic narrative, The Ones Who Walk Away from the Omila as postmodern is parable. So ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് സെക്ഷൻ സിയിൽ വന്നത്. ഇനി കവറേജ് ഓഫ് സിലബസ് ടോപ്പിക്. സെക്ഷൻ സിയിൽ questions provide an opportunity for students to demonstrate their deep understanding of text studied and their ability to apply critical frameworks to analyze these texts. So ഇതാണ് ലൈക്ക് deep understanding of the text ആണ് മെയിൻലി ഈ ഒരു ഇതിൽ ഉദ്ദേശിക്കുന്നത്. Then പാറ്റേണും ട്രെൻഡ്സും ഫ്രീക്വന്റ് ആയിട്ട് വരുന്ന ടോപ്പിക്സ് ഏതൊക്കെയാണ്? ഫണ്ണി ബോയ്. Funny Boy is regularly featured in essay questions, indicating its importance in the curriculum. So essay questions le varuna oru main topic aanu Funny Boy ennu parayuna topic. Then the murder of Roger Ackroyd. So other often analyzed for its narrative technique and its place in detective fiction genre. So ഇതിന്റെ നറേറ്റീവ് ടെക്നിക്കും അതുപോലെ തന്നെ ഡിറ്റക്റ്റീവ് ഫിക്ഷൻ ജോണറിൽ ഇതിന്റെ പ്ലേസും ആണ് യൂഷ്വലി കണ്ടുവരുന്ന ക്വസ്റ്റ്യന്. Then through the looking glass എന്ന് പറഞ്ഞാൽ ആ ഒരു ഇതിൽ വരുന്ന ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ അതൊരു ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ടോപ്പിക് ആണ്. Then discussed for its language use and genre characteristics. So ആ ഒരു വർക്കിൽ യൂസ് ചെയ്തിട്ടുള്ള ലാംഗ്വേജിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ഈ ഒരു ജോണറിന്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ചിട്ടാണ് ചോദിച്ചത്. Then ഭീമയാന എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നിന്നും analyzed for its graphic narrative techniques and social themes. ഇനി കീ തീംസ് എന്തൊക്കെയാണ് വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ ജെൻഡർ ആൻഡ് ഐഡന്റിറ്റി, റിക്കറിംഗ് തീം ഇൻ ദ ക്വസ്റ്റ്യൻസ് അബൌട്ട് ഫണ്ണി ബോയ് ആൻഡ് അതർ ടെക്സ്റ്റ്. മെയിൻലി ജെൻഡർ ആൻഡ് ഐഡന്റിറ്റി ഫണ്ണി ബോയിൽ ആണ് ചോദിച്ചിട്ടുള്ളത്. ദെൻ അതർ ടെക്സ്റ്റിലും ചോദിച്ചിട്ടുണ്ട്. ദെൻ ജോണർ അനാലിസിസ്, ഒരു ജോണറിന്റെ ഡെഫിനിഷനും ജോണറിനെ കുറിച്ചിട്ടുള്ള ഒരു അനാലിസിസ് ആണ് അത്. മെയിൻലി ക്വസ്റ്റ്യൻസ് ഫോക്കസിങ് ഓൺ ഡിഫൈനിങ് ആൻഡ് അനലൈസിങ് സ്പെസിഫിക് ജോണേഴ്സ് സച്ച് ആസ് crime fiction, science fiction, fantasy and young adult literature. So ആ ഒരു ബേസിക് ആയിട്ട് ആ ഒരു ജോണറിനെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. Then cultural and ideological context. Other several questions require students to discuss relationship between literature and cultural or ideological context. So ഒരു കൾച്ചറലോ അല്ലെങ്കിൽ ലിറ്ററേച്ചറും കൾച്ചറും തമ്മിലുള്ള ബന്ധം അല്ലെങ്കിൽ ഒരു ഐഡിയോളജിക്കൽ കോണ്ടെക്സ്റ്റിൽ ഉള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ദെൻ പ്രിലിമിനറി റിപ്പോർട്ട് സമ്മറി.
So the analysis of BEGC 106 popular literature exam papers reveals a structured approach to assessing students' knowledge across a wide range of topic and text. സോ ഇവിടെ ഈ ഒരു എക്സാം പേപ്പർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു സ്ട്രക്ചേർഡ് അപ്രോച്ച് ആണ് കൊടുക്കുന്നത്. ലൈക്ക് കുട്ടികളുടെ നോളേജ് ഒന്ന് അനലൈസ് ചെയ്യാൻ ഒരു വൈഡ് റേഞ്ച് ഓഫ് ടോപ്പിക്സിൽ അവർക്ക് വരുന്ന നോളജും അത് എന്താണ് അവർ അതിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളത് എന്നുള്ളത് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രക്ചേർഡ് അപ്രോച്ച് ആണ് ക്വസ്റ്റ്യൻ പേപ്പർ നടത്തുന്നത്. Then the exam consistently cover key syllabus areas. So key syllabus എല്ലാം കവർ ചെയ്യുന്നുണ്ട് എക്സാമിൽ with a strong emphasis on genre analysis, cultural context and critical theory. So genre analysisഉം കൾച്ചറൽ കോണ്ടെക്സ്റ്റ് ആ ഒരു വർക്കിന്റെ അല്ലെങ്കിൽ ആ ഒരു ജോണറിന്റെ കൾച്ചറൽ കോണ്ടെക്സ്റ്റും അതുപോലെ തന്നെ അതിന്റെ ഒരു ക്രിട്ടിക്കൽ തിയറിയും മെയിൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്, ഫോക്കസ് ചെയ്തിട്ടുണ്ട്. Questions are designed to test both breadth and depth of knowledge. So ആ ഒരു വീതിയും വണ്ണമൊക്കെ കുട്ടികൾക്ക് എത്രത്തോളം അതിനെക്കുറിച്ചുള്ള നോളജ് ഉണ്ട് എന്നുള്ളത് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. Ensuring students engage with both conceptual definition and in-depth textual analysis. So both concepts അറിയണം പ്ലസ് in-depth analysisഉം ഓരോ ടെക്സ്റ്റിനെ കുറിച്ചും അറിയണം. Then ഇത് number of questions from each block അതിന്റെ ഒരു ബേസിക് ഗ്രാഫാണ്. 2022 എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത് ഈച്ച് ബ്ലോക്ക് അനുസരിച്ചുള്ളതാണ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് വന്നത്. Then next, moving on. Okay, frequency and distribution of questions by block. Blockwise ക്വസ്റ്റ്യൻസിന്റെ ഡിസ്ട്രിബ്യൂഷൻ അതിന്റെ ഫ്രീക്വൻസി ഒക്കെയാണ് നോക്കുന്നത്. The following analysis and visualizations highlight the frequency and distribution of questions from each block in the syllabus across different exam papers. So ഇവിടെ നമ്മൾ എത്രത്തോളം ക്വസ്റ്റ്യൻസ് ഓരോ യൂണിറ്റിൽ നിന്ന് ഓരോ ബ്ലോക്കിൽ നിന്ന് വന്നു എന്നുള്ളതിന്റെ ഒരു അനാലിസിസ് ആണ്. This help in understanding which block are consistently emphasized or neglected. So ഈ ഒരു അനാലിസിസ് വെച്ചിട്ട് ഏതൊക്കെ ബ്ലോക്ക് ഏതൊക്കെ തരത്തിലാണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഏതൊക്കെ തരത്തിലാണ് ഒഴിവാക്കപ്പെട്ടിട്ടുള്ളത് നമുക്ക് മനസ്സിലാവും. ഇനി ഒബ്സർവേഷൻസ് നോക്കാം. ബ്ലോക്ക് 1 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ദ പോപ്പുലർ ലിറ്ററേച്ചർ ആൻഡ് ഇൻട്രൊഡക്ഷൻ അതിൽ ജൂൺ 2020 50% ക്വസ്റ്റ്യൻസും അതിൽ നിന്നാണ് ഈ ഒരു ബ്ലോക്കിൽ നിന്നാണ് വന്നത്. ഡിസംബർ 2022 30% ഓഫ് ക്വസ്റ്റ്യൻസും ഈ ഒരു ബ്ലോക്കിൽ നിന്നാണ് വന്നത്. ആൻഡ് കമ്മിങ് ജൂൺ 2023 അതുപോലെ തന്നെ ഡിസംബർ 2023 40% ആണ് വന്നിട്ടുള്ളത്. അതായത് മോർ ക്വസ്റ്റ്യൻസ്, ഇതിന് നല്ലൊരു ഹൈ ഫ്രീക്വൻസി നമുക്ക് കൊടുക്കാം. ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു ബ്ലോക്ക് തന്നെയാണ് ബ്ലോക്ക് 1 എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനി ബ്ലോക്ക് 2 എടുക്കുകയാണെങ്കിൽ ജോണേഴ്സ് ഓഫ് പോപ്പുലർ ലിറ്ററേച്ചർ 1, ചിൽഡ്രൻസ് ലിറ്ററേച്ചർ ആൻഡ് യങ് അഡൾട്ട് ഫിക്ഷൻ. സോ അതിൽ നിന്നും ജൂൺ 2022 20% ക്വസ്റ്റ്യൻസ് മാത്രമേ വന്നിട്ടുള്ളൂ. ഡിസംബർ 2022 10% ആൻഡ് 2023 വീണ്ടും 20%. ദെൻ ഡിസംബറിൽ 10% മാത്രം ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. ദെൻ ഒരു ലോ ഫ്രീക്വൻസി ആണ് ഉള്ളത്. ദെൻ ബ്ലോക്ക് 3 നോക്കുകയാണെന്നുണ്ടെങ്കിൽ genres of popular literature 2, detective and science fictionൽ സെയിം ജൂൺ 2022 ഡിസംബർ 2022 ജൂൺ 2023 20% ക്വസ്റ്റ്യൻസ് മാത്രമേ അതിൽ നിന്ന് ചോദിച്ചിട്ടുള്ളൂ. ദെൻ ഡിസംബർ 2023 30% ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് വന്നിട്ടുണ്ട്. അതായത് ബാക്കിയുള്ള ബാക്കി 2 വർഷങ്ങളിലൊക്കെ ബാക്കി ഒരു വർഷവും 1.5 വർഷമൊക്കെ ജസ്റ്റ് ഒരേ മോഡറേറ്റ് ഫോമിലാണ് വന്നിട്ടുള്ളത്. പക്ഷെ ഡിസംബർ 2023 ക്വസ്റ്റ്യൻസ് കുറച്ച് കൂടിയിട്ടുണ്ട് ആ ഒരു ബ്ലോക്കിൽ നിന്ന്. ദെൻ ഈ ഫൈനൽ ബ്ലോക്ക് 4 നിന്ന് ദാറ്റ് ഈസ് ജോണേഴ്സ് ഓഫ് പോപ്പുലർ ലിറ്ററേച്ചർ 3, ഗ്രാഫിക് ആൻഡ് വിഷ്വൽ നറേറ്റീവ്സിൽ നിന്ന് ജൂൺ 2022 10% ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. ഡിസംബർ 2022 40% വന്നിട്ടുണ്ട്. ദെൻ ജൂൺ 2023 20%, ഡിസംബർ 2023 20% ആണ്. So here variable frequency ആണ്, notable peak in December 2022. Now key takeaways. So ഇവിടെ വേരിയബിൾ ആണ്, മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ 2022 ഡിസംബറിൽ 40% ഹൈ ഫ്രീക്വൻസി കാണാൻ പറ്റുന്നുണ്ട്. ദെൻ ഇനി key takeaways എന്തൊക്കെയാണ് വരുന്നതെന്ന്. ബ്ലോക്ക് 1 is consistently emphasized across all exams, indicating its fundamental importance in curriculum. So എല്ലാ എക്സാമിലും കൺസിസ്റ്റന്റ്ലി
ഫണ്ടമെന്റൽ ഇമ്പോർട്ടൻസ് ഈ ഒരു കരിക്കുലത്തിൽ അതിന്റെ ഒരു ഫണ്ടമെന്റൽ ആണ്, ലൈക്ക് പോപ്പുലർ ലിറ്ററേച്ചർ എന്താണ്, അതിന്റെ ഡെഫിനിഷനും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. സോ ആ ഒരു യൂണിറ്റിന് നല്ല ഇമ്പോർട്ടൻസ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ബ്ലോക്ക് 2 ലോവർ ആണ്, അതായത് ഫ്രീക്വൻസി ഓഫ് ക്വസ്റ്റ്യൻസ് കുറവാണ്. സജസ്റ്റിംഗ് ഇറ്റ് മേ ബി ലെസ് എംഫസൈസ്ഡ് ഓർ പോസിബിളി മോർ സ്ട്രേറ്റ് ഫോർവേഡ് ഫോർ സ്റ്റുഡൻസ്. സോ അതൊന്നും കൂടി എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു യൂണിറ്റ് ആയതുകൊണ്ടാണ്. Then block 3 maintains a steady presence with a slight increase in more recent exams. So ഒരു steady presence ആണ്, ഈക്വൽ ക്വസ്റ്റ്യൻസ് എല്ലാ ടൈമിലും ഓൾമോസ്റ്റ് ഒരു ശതമാനം ലൈക്ക് ഒരേ ശതമാനമാണ് ചോദിക്കുന്നത്. പക്ഷെ റീസെന്റ് എക്സാമിനേഷൻസിൽ കുറച്ചും കൂടി കൂടുതൽ ക്വസ്റ്റ്യൻസ് ബ്ലോക്ക് 3 വരാൻ തുടങ്ങിയിട്ടുണ്ട്. ബ്ലോക്ക് 4 നോക്കുകയാണെങ്കിൽ വേരിയബിലിറ്റി ആണ്, like peaking significantly in December 2022, indicating a possible shift in the focus during that session. So ഇവിടെ നമുക്കൊരു ലൈക്ക് അതിന്റെ ഒരു ആ ഒരു യൂണിറ്റിനോടുള്ള ഫോക്കസ് മെല്ലെ മെല്ലെ മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ബ്ലോക്ക് 4 നൗ ഇത് യൂണിറ്റ് വൈസ് ഡിസ്ട്രിബ്യൂഷൻ ആണ് എക്സാംസിന്റെ, അതിന്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ്. ഇതും ലൈക്ക് ക്വസ്റ്റ്യൻസ് യൂണിറ്റ് വൈസ് ബ്ലോക്ക് 1 യൂണിറ്റ് വൈസിൽ ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വെർട്ടിക്കൽ ഇതിൽ കൊടുക്കുന്നത്, ആൻഡ് ഹൊറിസോണ്ടലി എക്സാം സെഷൻസ്. സോ അത് ഒന്ന് നോക്കുക. ദെൻ ബ്ലോക്ക് 2 വരുന്ന ഇതേപോലെ ക്വസ്റ്റ്യൻസ് ഡിസ്ട്രിബ്യൂഷന്റെ ഗ്രാഫാണ്. ബ്ലോക്ക് 3 വരുന്ന യൂണിറ്റ്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. ദെൻ അഗെയിൻ ബ്ലോക്ക് 4 ആണ്. സോ ഇനി ഒബ്സർവേഷൻസ്, ഈ ഒരു ഗ്രാഫിന്റെ ഒബ്സർവേഷൻസ് നമുക്കിവിടെ നോക്കാം. Block 1, that is popular literature and introduction. So അതിൽ യൂണിറ്റ് 1 നിന്നും consistently has higher number of questions across all sessions, indicating its important. So യൂണിറ്റ് 1 നിന്നാണ് most of the questions വരുന്നത്. അത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് യൂണിറ്റ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. Then യൂണിറ്റ് 2 and യൂണിറ്റ് 3 moderate attention ആണ്, നോർമൽ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ വരുന്നുള്ളൂ, വലിയ ഒരു നോർമൽ ആയിട്ട് പോകുന്നതാണ്. while യൂണിറ്റ് 4 വെറും കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിക്കുന്നുള്ളൂ. Then block 2 ആണെങ്കിൽ genres of popular literature 1, children's literature and young adult fiction നിന്ന് ലൈക്ക് യൂണിറ്റ് 1 and യൂണിറ്റ് 2 പ്രൈമറി ഫോക്കസ് ആണ്, മിനിമൽ ക്വസ്റ്റ്യൻസ് ആണ്, പ്രൈമറി ഫോക്കസ് ആണ്, അന്ന് വളരെ ചുരുക്കം ക്വസ്റ്റ്യൻസ് വരുന്നുള്ളൂ. പക്ഷേ യൂണിറ്റ് 4 and യൂണിറ്റ് 3 നിന്നും വളരെ മിനിമൽ ക്വസ്റ്റ്യൻസ് മാത്രമാണ് വരുന്നത്. ദെൻ ബ്ലോക്ക് 3 ആണെങ്കിൽ genres of popular literature 2, ഡിറ്റക്റ്റീവ് ഫിക്ഷൻ ആൻഡ് സയൻസ് ഫിക്ഷൻ. അതിൽ യൂണിറ്റ് 1 and യൂണിറ്റ് 3 ഒരു കൺസിസ്റ്റന്റ് അറ്റൻഷൻ ആണ്, നോർമലി വരുന്ന പോലെയാണ്, കൺസിസ്റ്റന്റ് ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. while യൂണിറ്റ് 2 and യൂണിറ്റ് 4 വേരിയബിൾ ആണ്, ലൈക്ക് ചിലപ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കും, ചിലപ്പോൾ കുറവ്, ലൈക്ക് അതിനൊരു സ്റ്റഡി ഫോം ഇല്ല. ദെൻ ബ്ലോക്ക് 4 നോക്കുകയാണെങ്കിൽ genres of popular literature 3, ഗ്രാഫിക് ആൻഡ് വിഷ്വൽ നറേറ്റീവ്സിൽ ക്വസ്റ്റ്യൻസ് എന്താണ്, ഈവൻലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. യൂണിറ്റ് 1 and യൂണിറ്റ് 4 മാത്രം ഒരു വേരിയബിൾ ഇതുള്ളൂ, ലൈക്ക് ഓരോ സെഷനിൽ ചിലപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും, ചിലപ്പോൾ മോഡറേറ്റ് ആണ്, ഡിപ്പെൻഡിങ് ഓൺ ദ എക്സാംസ്. കൺക്ലൂഷൻ, ഇതിന്റെ കൺക്ലൂഷൻ എന്താണെന്ന് വെച്ചാൽ Unitwise analysis reveals that some units within the block are consistently emphasized in exams, suggesting their critical importance in the curriculum. അതെ, ചില യൂണിറ്റ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ ലൈക്ക് ബ്ലോക്ക് 1 യൂണിറ്റ് 1 which is very important, കുറേ ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് വന്നിട്ടുണ്ട്. Now units that are less frequently targeted may either be less critical or more straightforward, requiring less focus on exam. So less frequently targeted ആയിട്ടുള്ള, അതായത് വളരെ ചുരുക്കം ക്വസ്റ്റ്യൻസ് മാത്രം വരുന്ന യൂണിറ്റ് ഒന്നുകൂടി സ്ട്രേറ്റ് ഫോർവേഡ് ആവാം, അല്ലെങ്കിൽ അത്ര ക്രിട്ടിക്കൽ തിങ്കിങ് ആവശ്യമില്ലാത്ത യൂണിറ്റ്സ് ആവാം. Then these insights help the students to prioritize their study efforts more effectively. So ഈ ഒരു ഇൻസൈറ്റ് നിങ്ങൾക്ക് തരുന്നതെന്ന് വെച്ചാൽ യു ക്യാൻ പ്രയോറിറ്റൈസ് ഏത് യൂണിറ്റിന് കൂടുതൽ ടൈം കൊടുക്കണം, കൂടുതൽ നന്നായിട്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കണം, പഠിക്കണം എന്നുള്ളത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു അനാലിസിസ് തരുന്നത്. നൗ ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻസിന്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ആണ് അക്രോസ് എക്സാംസ്. സോ അതിന്റെ ഒരു ഗ്രാഫാണ്. സോ അതിന്റെ കീ ഒബ്സർവേഷൻസ് നോക്കാം. ഇനി ബ്ലോക്ക് 1 എടുക്കുകയാണെങ്കിൽ യൂണിറ്റ് 1, അതിൽ യൂണിറ്റ് 1 ആയ വാട്ട് ഈസ് പോപ്പുലർ ലിറ്ററേച്ചർ ആൻഡ് പോപ്പുലർ കൾച്ചർ. സോ ഇതിൽ നിന്ന് വരുന്നത് ഈ ഒരു യൂണിറ്റിലെ ടോപ്പിക്സ്, ദീസ് ടോപ്പിക്സ് കൺസിസ്റ്റന്റ്ലി അപ്പിയർ ഇൻ എക്സാംസ് ആണ്. സോ കൺസിസ്റ്റന്റ് ആയിട്ട് ഇതിൽ നിന്ന് വരുന്ന ടോപ്പിക്സ് എക്സാംസിൽ വരുന്നുണ്ട്, റിഫ്ലക്റ്റിംഗ് ദെയർ ഫണ്ടമെന്റൽ റോൾ ഇൻ അണ്ടർസ്റ്റാൻഡിങ് പോപ്പുലർ ലിറ്ററേച്ചർ. സോ ഈ ഒരു
യൂണിറ്റ് 1 ഈ ഒരു പാർട്ട്, അതായത് ഈ ഒരു യൂണിറ്റ് 1 യൂഷ്വലി ഈ ഒരു പോപ്പുലർ ഫിക്ചർ ലിറ്ററേച്ചർ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. സോ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ബ്ലോക്ക് 1 യൂണിറ്റ് 2 ആണെങ്കിൽ ഡിഫൈനിങ് ദ കാനൺ. സോ അതിൽ റെഗുലർലി ക്വസ്റ്റ്യൻ ആണ്, ഇൻഡിക്കേറ്റിംഗ് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ഇൻ ഡിസ്കസിങ് ലിറ്റററി കാനൺ ആൻഡ് ദെയർ റെലവൻസ് ടു പോപ്പുലർ ലിറ്ററേച്ചർ. സോ ഇവിടെ ഈ ഒരു യൂണിറ്റിനും അത്യാവശ്യം ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ബ്ലോക്ക് 3 യൂണിറ്റ് 1 ഡിഫൈനിങ് ദ ക്രൈം ഫിക്ഷൻ. സോ ഇവിടെ നിന്നും ഒരുപാട് ഫ്രീക്വന്റ്ലി ഭയങ്കര ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. Then suggesting that significance of crime fiction within the genre of popular literature. So ഇവിടെ popular literature എന്ന് പറയുന്ന ആ ഒരു സ്റ്റഡിയില് ക്രൈം ഫിക്ഷന്റെ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്, ആ ഒരു ജോണറിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് ടാർഗറ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്, അതിന്റെ സിഗ്നിഫിക്കൻസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു യൂണിറ്റിന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ദെൻ ബ്ലോക്ക് 4 എടുക്കുകയാണെങ്കിൽ യൂണിറ്റ് 1 ലൈഫ് ആൻഡ് ടൈംസ് ഓഫ് അംബേദ്കർ. സോ അംബേദ്കറിന്റെ ആ ഒരു ഹിസ്റ്ററി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പിയേഴ്സ് കൺസിസ്റ്റന്റ്ലി ഹൈലൈറ്റിംഗ് ഇറ്റ്സ് റെലവൻസ് ഇൻ ഡിസ്കഷൻ അറൌണ്ട് ഗ്രാഫിക് നറേറ്റീവ്സ് ആൻഡ് സോഷ്യോ പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റ്. സോ അംബേദ്കറിന്റെ ആ ഒരു സോഷ്യോ പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റിലും അതുപോലെ ഗ്രാഫിക് നറേറ്റീവ്സിലൊക്കെ ആ ഒരു യൂണിറ്റിന്റെ ഇമ്പോർട്ടൻസ് കാണാൻ പറ്റും. സോ ഇതൊക്കെ ഒരു യൂണിറ്റിൽ വന്ന ടോപ്പിക്സിന്റെ ആ ഒരു അനാലിസിസ് ആയിരുന്നു. സോ ദ ടോപ്പിക് വൈസ് അനാലിസിസ് പ്രൊവൈഡ് ദ ഗ്രാനുലർ വ്യൂ ഓഫ് എക്സാമിനേഷൻ ഫോക്കസ് allowing the students to identify critical areas within each unit. സോ ഇവിടെ ഈ ഒരു ടോപ്പിക് വൈസ് അനാലിസിസ് കൊടുക്കാനുള്ള റീസൺ എന്താ വെച്ചാൽ ഏതൊക്കെ ടോപ്പിക്കിൽ നിന്നും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാണ്, അതുപോലെ തന്നെ ഏതൊക്കെ ടോപ്പിക്കിൽ കൂടുതൽ എഫേർട്ട് എടുക്കണം എന്നുള്ളത് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ടോപ്പിക്സ് that are frequently questioned are likely to be of high importance and should prioritized in study preparation. This detailed breakdown aids in strategic preparation, exam preparation, ensuring the students are well versed in key concepts and discussions pertinent to popular literature. So ഇവിടെ സ്റ്റുഡൻസിന് ഒരു അവരുടെ ഒരു സ്ട്രാറ്റജിക്കൽ അപ്രോച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, എക്സാം പ്രിപ്പറേഷൻ വരുമ്പോൾ ഒരു സ്ട്രാറ്റജിക്കൽ അപ്രോച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡീറ്റെയിൽഡ് ബ്രേക്ക് ഡൗൺ ഇവിടെ ചെയ്തിട്ടുള്ളത്. ഹോപ്പ് യു ഹാവ് ഗോട്ട് എൻ ഐഡിയ how these key concepts and discussions are important in popular literature. Now mark-wise weightage estimation ആണ്. Key observation, അതിന്റെ ഒരു key observation ആണ് high weight units ആണ്. ഏറ്റവും കൂടുതൽ മാർക്കുള്ള വെയിറ്റേജ് വരുന്ന യൂണിറ്റ് ആണ്. അത് ബ്ലോക്ക് 1 യൂണിറ്റ് 3 ആണ്. യൂണിറ്റ് 3 ഇമ്പോർട്ടൻറ്റ് ഇഷ്യൂസ് ഇൻ പോപ്പുലർ ലിറ്ററേച്ചർ കൺസിസ്റ്റന്റ്ലി റിസീവ്സ് ഹൈ മാർക്സ്. സോ ആ ഒരു ടോപ്പിക് ഇമ്പോർട്ടൻറ്റ് ഇഷ്യൂസ് ഇൻ പോപ്പുലർ ലിറ്ററേച്ചർ, സോ അവിടെ ഒരുപാട് ഹൈ മാർക്കിനാണ് ആ ഒരു ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ദെൻ ബ്ലോക്ക് 4 യൂണിറ്റ് 3 literature and cinema as art forms and adaptation also have significant mark allocated. So അതിലും ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ദെൻ ഹൈ വെയിറ്റ് ടോപ്പിക്സ്, നല്ല വെയിറ്റ് ഉള്ള ടോപ്പിക്സ്, കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ടോപ്പിക്സ് ലൈക്ക് വാട്ട് ഈസ് പോപ്പുലർ ലിറ്ററേച്ചർ ആൻഡ് പോപ്പുലർ കൾച്ചർ ആർ ഫ്രീക്വന്റ്ലി വെയിറ്റഡ് ആൻഡ് റിഫ്ലക്ടിങ് ദിയർ ഫൗണ്ടേഷണൽ ഇമ്പോർട്ടൻസ്. സോ ഇവിടെ വാട്ട് ഇസ് പോപ്പുലർ ലിറ്ററേച്ചർ ആൻഡ് പോപ്പുലർ കൾച്ചർ ഭയങ്കര വെയിറ്റേജ് ഉള്ള ഒരു യൂണിറ്റ് ടോപ്പിക് ആണ്. സോ അതിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതാണ്. ദെൻ ഡിഫൈനിങ് ദ കാനൺ ആൻഡ് ഇമ്പോർട്ടൻറ്റ് ഇഷ്യൂസ് ഇൻ പോപ്പുലർ ലിറ്ററേച്ചർ, ഇതാണ് നെക്സ്റ്റ് ടോപ്പിക്സ് വിത്ത് ഹൈ ആവറേജ് മാർക്സ് ഇൻഡിക്കേറ്റിംഗ് ദ ക്രിട്ടിക്കൽ റോൾ ഇൻ കരിക്കുലം. സോ കരിക്കുലത്തിൽ ഇവരെ ഈ ഒരു ടോപ്പിക്സിന്റെ ക്രിട്ടിക്കൽ റോൾസ് കാണിക്കാൻ വേണ്ടിയിട്ട് ഇതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. നൗ ഹൈ വെയിറ്റേജ് മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ദെൻ കൺക്ലൂഷൻ, ദിസ് ഡീറ്റെയിൽഡ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനാലിസിസ് highlights the key areas students should focus on while preparing for exams in BEGC 106 popular literature. By understanding which units and topics are most emphasized, students can allocate their study time more effectively to optimize their exam performance. So ഇവിടെ ഈ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനാലിസിസ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ എവിടേക്ക് നല്ലോണം ഫോക്കസ് ചെയ്യണമെന്ന് ഈ പോപ്പുലർ ലിറ്ററേച്ചർ എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. സോ ദേ ക്യാൻ മോർ എഫക്റ്റീവ് ആയിട്ട് നല്ലൊരു പെർഫോമൻസ് എക്സാമിൽ നല്ലോണം പെർഫോം ചെയ്യാൻ പറ്റും. നൗ ഫ്രീക്വൻസി ഓഫ് റിക്കറിംഗ് ടോപ്പിക്സ് അക്രോസ് എക്സാം, അതിൻ്റെ ഒരു ഗ്രാഫാണ്. Now, ഇതിന്റെ ഒരു അനാലിസിസ് എന്താണെന്ന് വെച്ചാൽ ദ അനാലിസിസ് ഐഡന്റിഫൈഡ് റിക്കറിംഗ് ടോപ്പിക്സ് അക്രോസ് ഡിഫറെന്റ് എക്സാം സെഷൻസ്.
These are topics that appeared more than once in exams. So എല്ലാ എക്സാംസിലും ഈ ഒരു ടോപ്പിക്സ് വീണ്ടും വീണ്ടും വന്നതാണ്. അതിന്റെ ലിസ്റ്റ് ആണ്. So first one, what is popular literature? Popular culture, defining the canon. Then important issues in popular literature, brief history of popular literature. So ഈ ഒരു 5 ടോപ്പിക്സിൽ നിന്നും എല്ലാ എക്സാംസിലും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. എല്ലാ എക്സാം സെഷൻസിൽ നിന്നും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വേറൊരു ലിസ്റ്റ് ആണ്. ലൈക്ക് നെക്സ്റ്റ് വൺ, ഡിഫൈനിങ് ദി ചിൽഡ്രൻസ് ലിറ്ററേച്ചർ, ആലിസ് ലിറ്റിൽ ആൻഡ് ഹെർ അഡ്വെഞ്ചേഴ്സ്. Then defining crime fiction, conventions of detective fiction as genre. Then themes in science fiction, life and times of Dr. Ambedkar, adaptations and introduction. So ഈ ഒരു ടോപ്പിക്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് ഈ ഒരു ടോപ്പിക്സ് നിന്നാണ് വീണ്ടും വീണ്ടും ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ഓക്കെ. Now, frequency and pattern of occurrence. The bar chart above visualizes the frequency with which these topics have appeared across different exam sections. So, more frequently recurring topics are neither discussed either. What is popular literature? Popular culture, defining the canon, important issues in popular literature, brief history of popular literature, defining crime fiction. So, here are topics very important. Then next exam, അതായത് വരുന്ന എക്സാമിൽ അപ്പിയർ ചെയ്യാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ടോപ്പിക്സ് ആണ് ഇവിടെ താഴെ കൊടുത്തിട്ടുള്ളത്. സോ അത് ഒന്ന്, വാട്ട് ഇസ് പോപ്പുലർ ലിറ്ററേച്ചർ, പോപ്പുലർ കൾച്ചർ, ഡിഫൈനിങ് ദി കാനൺ, ഇമ്പോർട്ടൻറ്റ് ഇഷ്യൂസ് ഇൻ പോപ്പുലർ ലിറ്ററേച്ചർ, ബ്രീഫ് ഹിസ്റ്ററി ഓഫ് പോപ്പുലർ ലിറ്ററേച്ചർ, ഡിഫൈനിങ് ക്രൈം ഫിക്ഷൻ. സോ ഇതൊക്കെയാണ് നെക്സ്റ്റ് എക്സാമിൽ വരാനുള്ള ചാൻസസ്. Now, predictions and probability for upcoming exam. So upcoming examsൽ എത്രത്തോളം പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ പ്രോബബിലിറ്റി കൊടുക്കാൻ പറ്റും എന്നുള്ളത് ടോപ്പിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഹിയർ ഇസ് എ ലിസ്റ്റ് ഓഫ് ടോപ്പിക്സ് ആൻഡ് ദെയർ ഫ്രീക്വൻസി ഓഫ് അപ്പിയറൻസ് ഇൻ പാസ്റ്റ് എക്സാംസ്. പാസ്റ്റ് എക്സാംസിൽ എത്ര തവണ ഈ ഒരു ടോപ്പിക്സ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്, ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതെന്നാണ് നമ്മൾ നോക്കുന്നത്. വാട്ട് ഇസ് പോപ്പുലർ ലിറ്ററേച്ചർ എന്ന് 4 വട്ടം ആണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ദെൻ പോപ്പുലർ കൾച്ചർ എന്ന് 4 വട്ടം, ഇമ്പോർട്ടൻറ്റ് ഇഷ്യൂസ് ഓഫ് പോപ്പുലർ ലിറ്ററേച്ചർ 4 വട്ടം, അഗെയിൻ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് പോപ്പുലർ ലിറ്ററേച്ചർ 3 വട്ടം, and defining crime fiction 4 വട്ടം. Then themes in science fiction 3 വട്ടം. അതുപോലെ തന്നെ ലൈഫ് ആൻഡ് ടൈംസ് ഓഫ് BR അംബേദ്കർ അതും 3 വട്ടമാണ് വന്നിട്ടുള്ളത്. അതിന്ന് ക്വസ്റ്റ്യൻസ് 3 എക്സാം സെഷൻസിലും ചോദിച്ചിട്ടുണ്ട്. അഡാപ്റ്റേഷൻസ് ആൻഡ് ഇൻട്രൊഡക്ഷൻ അത് 3 വട്ടം. Then ആലിസ് ലിറ്റിൽ ആൻഡ് ഹെർ അഡ്വെഞ്ചേഴ്സ് അതിൽ നിന്നും 3 times questions വന്നിട്ടുണ്ട്. Then conventions of detective fiction as a genre 2 times, and defining children's literature 2 times. So likely topics for upcoming exams. So based on historical frequency, the following topics are most likely to appear in upcoming exam. So വരുന്ന എക്സാംസിൽ എന്തായാലും വരാൻ ചാൻസ് ഉള്ള കുറച്ച് ടോപ്പിക്സ് ആണ്. അതിന്റെ ലൈക്ക് പാസ്റ്റ് എക്സാമിൽ അത് എത്രത്തോളം അപ്പിയർ ചെയ്തിട്ടുള്ളതാണ്. What is popular literature, popular culture, literary canon, defining the canon, and important issues in popular literature, defining crime fiction. ഇത് 4 തവണയും ചോദിച്ചിട്ടുണ്ട്. 4 സെഷൻസിലും കണ്ടിട്ടുണ്ട് ഇതിനുള്ള ക്വസ്റ്റ്യൻസ്. Now, brief history of popular literature, themes in science fiction, life and times of BR Ambedkar. Then 3 adaptations and introduction, Alice Little and her adventures. ഇത് 3 വട്ടം 3 തവണയും 3 എക്സാം സെഷൻസിലും അപ്പിയർ ചെയ്തിട്ടുള്ളതാണ്. Now, comprehensive note to the learners. So, introduction. Preparing for BEGC 106 popular literature exam involves understanding a broad range of topics across various units and blocks. This guide highlights key focus area based on historical exam trends and weightage of topics to help you maximize your preparation effort. So, ഇവിടെ ഇതൊരു ഗൈഡാണ് നിങ്ങൾക്ക് ഏതൊക്കെ ഏരിയയിൽ ഹിസ്റ്റോറിക്കൽ എക്സാം ട്രെൻഡ്സ്, അതായത് മുന്നേയുള്ള എക്സാം ട്രെൻഡ്സ് അനുസരിച്ചിട്ടും വെയിറ്റേജ് ഓഫ് ടോപ്പിക്സ് അനുസരിച്ചിട്ടും എത്രത്തോളം നിങ്ങൾ ഏതൊക്കെ ടോപ്പിക്സിൽ കൂടുതൽ ഫോക്കസ് കൊടുക്കണം എന്നുള്ള ഒരു ഐഡിയ തരാൻ വേണ്ടിയിട്ടുള്ളതാണ്. Then, key focus area. Based on the analysis of past exam papers, the following topics has been identified as high priority due to their frequent appearance and significance. So, അതിൽ significant mark allocation. So, mark allocations basisലും അതുപോലെ തന്നെ എന്താ പറയാ ആ ഒരു എത്രത്തോളം ഇത് അപ്പിയർ ചെയ്തു എന്നുള്ള ബേസിസിലും ഉള്ളൊരു ലിസ്റ്റാണ്. സോ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ലിസ്റ്റ് തന്നെയാണ് ഇത്. Then, detailed analysis and tips.
സോ ഈ ഓരോ ടോപ്പിക്സ് എടുത്തിട്ട് നമ്മൾ അതിന്റെ ഒരു ഡീറ്റെയിൽ അനാലിസിസ് ആണ്. വാട്ട് ഇസ് പോപ്പുലർ ലിറ്ററേച്ചർ ആൻഡ് പോപ്പുലർ കൾച്ചർ, ഫ്രീക്വൻസി. ദീസ് ടോപ്പിക്സ് അപ്പിയർഡ് 4 times each in past exams. 4 തവണ ഒരു എക്സാംസിൽ ഇത് വന്നിട്ടുണ്ട്. ഇതിന് ടിപ്പ് എന്തൊക്കെ നിങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, അണ്ടർസ്റ്റാൻഡ് ദി ഡെഫിനിഷൻസ്, ക്യാരക്ടറിസ്റ്റിക്സ്, സിഗ്നിഫിക്കൻസ് ഓഫ് പോപ്പുലർ ലിറ്ററേച്ചർ ആൻഡ് കൾച്ചർ. ഫോക്കസ് ഓൺ ഹൗ ദേ ഡിഫറൻഷിയേറ്റ് ഫ്രം ഹൈബ്രോ ലിറ്ററേച്ചർ ആൻഡ് ദെയർ ഇമ്പാക്ട് ഓൺ സൊസൈറ്റി. സോ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ഫോക്കസ് ചെയ്യാൻ വേണം ഈ ഒരു ടോപ്പിക്കിൽ നിന്ന്. ഇനി ഡിഫൈനിങ് ദി കേണലില് ഫ്രീക്വൻസി 4 തവണ വന്നിട്ടുണ്ട്. കോൺസെപ്റ്റ് നിങ്ങൾ എന്താ ഇത് മനസ്സിലാക്കുക വെച്ചാൽ, കോൺസെപ്റ്റ് ഓഫ് ലിറ്റററി കാനൺ, ഇറ്റ്സ് എവല്യൂഷൻ, അതിന്റെ എവല്യൂഷനും അതിന്റെ കോൺസെപ്റ്റും. പിന്നെ ഡിബേറ്റ്സ് അറൌണ്ട് ഇൻക്ലൂഷൻ ആൻഡ് എക്സ്ക്ലൂഷൻ, ആരൊക്കെ ഉൾപ്പെടുത്തണം ഉൾപ്പെടുത്തണ്ട എന്നുള്ളതിന് ഒരു ഡിബേറ്റ്സ്. Then be prepared to discuss examples of canonical and non-canonical works. So canonical and non-canonical ആയിട്ടുള്ള വർക്സിന്റെ എക്സാമ്പിൾസ് ഡിസ്കഷൻ ചെയ്യേണ്ടി വരും. സോ അതിനും പ്രിപ്പയർ ആവണം. ദെൻ ഇമ്പോർട്ടൻറ്റ് ഇഷ്യൂസ് ഇൻ പോപ്പുലർ ലിറ്ററേച്ചർ 4 തവണ വന്നിട്ടുണ്ട്. ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, ഫോക്കസ് ഓൺ കണ്ടംപററി ഇഷ്യൂസ് സച്ച് ആസ് gender, ideology, audience reception and role of media. Understand how these issues influence and reflect in popular cultures. So ഈ ഒരു ഇഷ്യൂസ് എങ്ങനെ പോപ്പുലർ കൾച്ചറിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അതുപോലെ തന്നെ അത് എത്രത്തോളം പോപ്പുലർ കൾച്ചറിൽ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ദെൻ ഡിഫൈനിങ് ക്രൈം ഫിക്ഷൻ. സോ അതും 4 തവണ വന്നിട്ടുണ്ട് ഇത് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ്. ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ റിവ്യൂ ദ ക്യാരക്ടറിസ്റ്റിക്സ്, ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് ആൻഡ് കീ എക്സാമ്പിൾസ് ഓഫ് ക്രൈം ഫിക്ഷൻ. ദെൻ ബി റെഡി ടു അനലൈസ് സ്പെസിഫിക് ടെക്സ്റ്റ് വിത്തിൻ ദിസ് ജോണർ. സോ ഈ ഒരു ജോണറിൽ വരുന്ന സ്പെസിഫിക് ടെക്സ്റ്റ് ഒക്കെ അനലൈസ് ചെയ്യാൻ റെഡി ആയിരിക്കണം. ദെൻ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് പോപ്പുലർ ലിറ്ററേച്ചർ, അത് 3 തവണയാണ് കണ്ടിട്ടുള്ളത്. അതിന് ലൈക്ക് ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, ഹാവ് എ സോളിഡ് grasp of historical development of popular literature from its origin to present. So historical our popular literature ഒരു history നിങ്ങൾ മനസ്സിലാക്കണം. Then understanding key moments and movements and their contributions. Now themes in science fiction 3 times ആണ് appear ചെയ്തത്. അതിന് ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, study major themes such as dystopia, utopia, technology and human identity. Be familiar with significant works and authors in science fiction genres. Now ലൈഫ് ആൻഡ് ടൈംസ് ഓഫ് ബി ആർ അംബേദ്കർ 3 തവണയാണ് വന്നിട്ടുള്ളത്. ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, അംബേദ്കറിന്റെ കോൺട്രിബ്യൂഷൻ ആണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ടു സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ഹൗ ഹിസ് ലൈഫ് ഡെപിക്റ്റഡ് ഇൻ പോപ്പുലർ ലിറ്ററേച്ചർ, പെർട്ടിക്കുലർലി ഇൻ ഗ്രാഫിക് നറേറ്റീവ് ലൈക്ക് ഭീമയാന. ഭീമയാനയിൽ എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ലൈഫ് ഡെപിക്റ്റ് ചെയ്തത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കണം. നൗ അഡാപ്റ്റേഷൻസ് ആൻഡ് ഇൻട്രൊഡക്ഷൻ. സോ അതിന് ഫ്രീക്വൻസി 3 വട്ടം വന്നിട്ടുണ്ട്. ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, ലേൺ അബൌട്ട് ദി പ്രോസസ് ആൻഡ് ടൈപ്സ് ഓഫ് അഡാപ്റ്റേഷൻസ് ഇൻക്ലൂഡിംഗ് ഫിലിം അഡാപ്റ്റേഷൻ ഓഫ് ലിറ്റററി വർക്ക്സ്. സോ പ്രോസസ് ആൻഡ് ടൈപ്പ്, എങ്ങനെയാണ് അഡാപ്റ്റ് ചെയ്യുന്നത്, അതിന്റെ ടൈപ്സ്. പിന്നെ അതുപോലെ തന്നെ ബി പ്രിപ്പയർഡ് ടു ഡിസ്കസ് എക്സാമ്പിൾസ് ആൻഡ് ചാലഞ്ചസ് ഓഫ് ഫെയ്ത്ത്ഫുൾ അഡാപ്റ്റേഷൻസ്. സോ ഓരോ എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാൻ പ്രിപ്പയർ ആവണം. ദെൻ ആലിസ് ലിറ്റിൽ ആൻഡ് ഹെർ അഡ്വെഞ്ചർ. സോ അത് 3 തവണയാണ് അപ്പിയർ ചെയ്തത്. ഫോക്കസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, literary and thematic analysis of Alice's adventure in Wonderland and looking through the looking glass. Understand significance of characters and their motives. Now, study tips. Prioritize high frequency topics. So, നിങ്ങൾ study ചെയ്യുമ്പോൾ high frequency topics നല്ലോണം priority കൊടുക്കുക. Focus your study sessions on topics listed above and they have a higher likelihood of appearing in exams. So exams appear ചെയ്യാൻ chance ഉള്ള concepts നല്ലോണം focus ചെയ്യാം. Now understand key concepts. Ensure you have a thorough understanding of key concepts, definitions and thematic elements of each topic. So നിങ്ങൾ ഒരു thoroughly key concepts കാര്യങ്ങളൊക്കെ understand ചെയ്യാൻ ശ്രമിക്കുക, മനസ്സിലാക്കുക, നല്ലോണം പഠിക്കുക. Then review past papers. Go through past exam questions to familiarize yourself with the type of questions asked and to practice writing concise and well-structured answers. So past previous year questions-ലൂടെ പോവുക, എങ്ങനത്തെ questions ആണ് ചോദിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ അതുപോലെ തന്നെ എങ്ങനെയാണ് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ആൻസേഴ്സ് എഴുതുക എന്നുള്ളതും കൂടി പഠിച്ചു വെക്കുക, അത് പ്രാക്ടീസ് ചെയ്യുക. Then use study aids. Utilize summaries, study guides and scholarly articles to deepen your understanding of complex topic. So summaries അതുപോലെ സ്റ്റഡി ഗൈഡ്സ് അതുപോലെ സ്കോളർലി ആർട്ടിക്കിൾസ് അത് കിട്ടും. സോ അതൊക്കെ ഭയങ്കര നമുക്ക് ആ ഒരു കോൺസെപ്റ്റിനെ കുറിച്ചിട്ട് ഭയങ്കര ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യും. ജോയിൻ സ്റ്റഡി ഗ്രൂപ്പ്.
Collaborate with peers to discuss and review key topics. Group study can provide new insights and help reinforce your knowledge. So group study യൂട്ടിലൈസ് ചെയ്യുക. അതും നിങ്ങൾക്ക് ഒരുപാട് ഐഡിയ ലൈക്ക് ഓരോ ടോപ്പിക്സിനെ പറ്റി ഓരോരുത്തർ മനസ്സിലാക്കിയ ഓരോ ഐഡിയാസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. Now practice writing. Practice writing short notes, essays and detailed answers on key topics to improve your ability to articulate your thoughts clearly and effectively. സോ നിങ്ങൾക്ക് വരുന്ന ആ ഒരു തോട്ട്സും നിങ്ങൾക്ക് വരുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെ പ്രസന്റ് ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം ആൻസേഴ്സ്. By focusing on these key areas, the following study tips, and you can enhance your preparation for BEGC 106 popular literature exam. And good luck. So ഇതൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, ഐ മീൻ എത്രത്തോളം പ്രിപ്പറേഷൻസ് നിങ്ങൾക്ക് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുകയാണ്. ആൻഡ് ഇറ്റ് വിൽ എൻഹാൻസ് യുവർ പ്രിപ്പറേഷൻ ആൻഡ് ഗുഡ് ലക്ക്, ബ്രേക്ക് എ ലക്ക്. ദെൻ പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. സോ ഇതൊരു പ്രഡിക്ഷൻ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. മേ ബി ഇങ്ങനെ ആയിരിക്കാം വരാം എന്നുള്ളൊരു ഐഡിയ ആണ്. സോ ലൈക്ക് നമുക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നോക്കാം. സോ ടൈം കൊടുത്തിട്ടുണ്ട്. മാക്സിമം മാർക്ക് ഇസ് 100. നോട്ട് 3 sections ഉണ്ട്. ABC. Attempt questions from all 3 sections. എല്ലാ സെക്ഷൻസും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യണം. അറ്റംപ്റ്റ് 4 questions from section A. സെക്ഷൻ എയിൽ നിന്ന് 4 questions അറ്റംപ്റ്റ് ചെയ്താൽ മതി. 2 questions സെക്ഷൻ ബിയിൽ നിന്ന് 2 questions-ഉം സെക്ഷൻ സിയിൽ നിന്ന് 3 questions മാത്രം അറ്റൻഡ് ചെയ്താൽ മതി. ദെൻ സെക്ഷൻ എ. സോ മേ ബി നമ്മൾ വിചാരിക്കുകയാണ് ഇതാണ് ഒരു പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. സോ ഇതായിരിക്കാം വരാ എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് ഒന്ന് എഴുതി നോക്കണം. റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ എനി 4 of the following in about 100 words each. സോ 4 into 5 5 മാർക്കാണ് ഓരോന്നിന്, 20 മാർക്ക്, ടോട്ടൽ 20 മാർക്കാണ്. സോ അതിൽ ഫസ്റ്റ്, വാട്ട് ഇസ് പോപ്പുലർ ലിറ്ററേച്ചർ, പോപ്പുലർ കൾച്ചർ, ഡിഫൈനിങ് ദി കാനൺ. Then themes in science fiction, brief history of popular literature, and life and times of B.R. Ambedkar. So ഇത്തരം questions ആണ് ചാൻസ് ഉള്ളത്. Then section B ലാണെങ്കിൽ answer any 2 of the following questions in about 250 words each. So 2 questions എഴുതിയാൽ മതി, ഓരോന്നിനും 10 മാർക്കാണ്. സോ അതിൽ വരുന്നത് illustrate the differences and similarities between classic and canonical. Then discuss the importance of gender issues in popular literature. Explain the significance of audience reception in the context of popular literature, and how do adaptations contribute to the understanding of literary works. Discuss with examples. So here are 4 questions in the ഏതെങ്കിലും 2 എഴുതിയാൽ മതി. Then answer any 3 from the following questions in about 500 words each. So ഓരോ 3 ക്വസ്റ്റ്യനും 20 മാർക്കാണ്. സോ അത്യാവശ്യം നല്ലോണം ഡെപ്തിൽ എഴുതണം. സോ അത് how does funny boy deconstruct the social gender constructs. Then provide examples from the novel. Analyze the narrative techniques used by Agatha Christie in the murder of Roger Ackroyd. Then discuss its impact on the genre of detective fiction. Discuss Through the Looking Glass as an example of fantasy fiction. Highlight its use of language and themes. Evaluate the significance of graphic narratives in contemporary literature with a focus on Ramayana, experience of untouchability. Explore the role of science fiction in reflecting societal concerns. Discuss the concerning a specific text or author. 16th question. Analyze the portrayal of adolescence and identity in young adult fiction. Use examples from writings from Sri Lanka. So, ഈ ഒരു 6 questions നിന്ന് ഏതെങ്കിലും 3 എഴുതണം. ഭയങ്കര ഡെപ്ത് ആയിട്ട്, ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് എഴുതണം, എന്നാലേ 20 മാർക്ക് കിട്ടുള്ളൂ. സോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ഒരു പോപ്പുലർ ഫിക്ഷൻ, ഐ മീൻ പോപ്പുലർ ലിറ്ററേച്ചർ എന്ന് പറയുന്ന പേപ്പറിൽ എവിടേക്ക് ഫോക്കസ് ചെയ്യണം, എത്രത്തോളം പ്രിപ്പറേഷൻ എൻഹാൻസ് ചെയ്യണം, നിങ്ങൾ എത്രത്തോളം പഠിക്കണം, ഓരോ ടോപ്പിക്സിന് എങ്ങനെ വെയിറ്റേജ് അനുസരിച്ച് അതിൻ്റെ ഫ്രീക്വൻസി ഓഫ് പ്രസൻസ് അനുസരിച്ച് ലൈക്ക് പ്രയോറിറ്റൈസ് ചെയ്യണമെന്ന് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. All the best for your exams. Do well, prepare well, and thank you so much for watching.
കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 2.0. ലേൺവൈസ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 2.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മെഷീൻ ലേണിംഗ് അൽഗോരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവ് ആയ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ലേൺവൈസിൽ ജോയിൻ ചെയ്ത ലേണേഴ്സിന് മാത്രമേ ഇത് ആക്സസ് ചെയ്യാൻ കഴിയുകയുള്ളൂ. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ സന്ദർശിക്കുക. നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ അവിടെ കൊടുത്തിട്ടുണ്ട്. 7592939616. ഞാൻ ഒന്നുകൂടി പറയാം, നോട്ട് ചെയ്ത് വെക്കുക. 7592939616. So all the best for your upcoming IGNOU exams. Thank you.